അടി ஓடிச்சே இந்த ஷீட் மேல இருக்க பாரு ஓதற இதர இருந்தாலும் இதா போடும் எவ்வளவு பெருசு பாரு இதா ஓதற கீழ எடுத்து ஓதற அடி 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 ஐ மேட்ச் அடிக்காத அடி அட இங்க பாரு தா ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. എത്തി നോക്കുമ്പോൾ അവിടെ നോക്കുമ്പോൾ ഞാൻ മഴയെന്നാണ് വിചാരിച്ചത്. ഇവിടെ വന്നാലും ഇപ്പോൾ കുട്ടികൾക്ക് ജലദോഷം പിടിക്കും. ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല വെയിലാണ്. ഇവിടെ വന്നപ്പോൾ നല്ല വെയിൽ തന്നെയാണ്. ടെറസിൻ്റെ മേലൊന്നും കാല് വെക്കാൻ പറ്റില്ല, അത്രത്തോളം വെയിലാണ്. അതുമല്ല നാട്ടിലിപ്പോൾ ഒരുപാട് പനിയാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ വന്നിട്ടാണ് ഞാൻ അതൊക്കെ അറിഞ്ഞിട്ടുള്ളത് പനിയുള്ളത്. പിന്നെ ഇപ്പോൾ ഉമ്മാക്ക് വയ്യ. ഇന്നലെയും കൂടി ഉമ്മ വിളിച്ച് സംസാരിച്ചപ്പോൾ കൂടെ ഉമ്മാക്ക് വയ്യാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയും കൂടി 2-3-4 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. മിയാസിന് എന്തായി പറഞ്ഞിട്ട് ഉമ്മാക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ മിയാസിന് കുറച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ ക്രിമി ഇളകിക്കറ്റേ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഒരു ബാഡ് സ്മെല്ലും ഉണ്ട്, നല്ല ബേക്കറി സാധനങ്ങളൊക്കെ കുറേയൊക്കെ തിന്നിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ഈ ഒരു ക്രിമിയുടെ ഗുളിക കൊടുത്ത് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് വാറ്റ് നിൽക്കണില്ല, വേറെ നോക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ക്രിമിയുടെ ഒരു ഗുളിക കൊടുത്തിട്ട് വേറൊരു ആൻറ്റിബയോട്ടിക് കുടിച്ചപ്പോൾ തന്നെ അവൻ്റെ ലൂസ് മോഷന് നിന്നിട്ടുണ്ട്. പനി ഇല്ലാത്ത കാരണം പിന്നെ ഫുഡ് പോയ്സൻ്റെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇത്രയും ഒരാഴ്ച ലീവിന് ശേഷം സ്കൂളിൽ പോയിട്ടുണ്ടല്ലേ. സ്കൂളിൽ പോയി കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലീവ് ലെറ്റർ കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഓൾറെഡി നമ്മൾ സ്കൂളിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കൊണ്ട് കുഴപ്പമില്ല. ഇനി ഇത്രയും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇന്ന് മദർസേക്കും പോയിട്ടുണ്ട്. മദർസയിൽ പറഞ്ഞാലേ ഞാൻ മദർസേക്ക് പോവുള്ളൂ പറഞ്ഞിട്ട് എന്നെ മദർസേൻ്റെ ഉള്ളിൽ കയറ്റി അവിടെ ഉള്ളവരോട് പറഞ്ഞിട്ടാണ് മദർസയിൽ പോയത്. നമ്മളെന്തേ കഴിയുന്നത് കമ്പിപ്പുഴുവാ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതേമാതിരി കമ്പിളിപ്പുഴു കയറുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമ്പിളിപ്പുഴു പോകാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അറിയിച്ചെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞുതരും. എവിടെ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ബാക്ക് സൈഡ് ഫുള്ള് ചെടികളൊക്കെയാണ്. ആ ചെടികളൊക്കെ തിന്നിക്കുന്നത്. ഇപ്പോൾ എവിടെ നിൽക്കാനും പറ്റണില്ല, ഇരിക്കാനും പറ്റണില്ല. അല്ലെങ്കിൽ ഒരു സാധാ ഒരു കമ്പിളിപ്പുഴുവിനെ കണ്ടാൽ നമുക്ക് മേലെ കയറിയിരിക്കണോ ചൊറിഞ്ഞു കൊണ്ടാന്ന്. അതിപ്പോൾ എവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഒക്കെ ഈ ചെറുതായത് കാരണം കൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാല്ല നമുക്കിപ്പോൾ അടുത്തൊന്നും ഇനി കുടിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ അവിടെ പനി സീസണാണ്. നമ്മൾ ഇവിടെ സേഫ്റ്റി ആയിട്ടാണ് ഇരിക്കുക നല്ലത്. നമുക്ക് വന്നാൽ കൂടെ നമ്മൾ ഏകദേശമൊക്കെ സഹിച്ച് നടക്കും. കുട്ടികളെയും കൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ എവിടെ നിൽക്കാൻ അങ്ങക്ക് പേടിയാവണം. കാരണം ചിലപ്പോൾ കാലിൻ്റെ മേലെ കൂടെ ഒക്കെ കയറുകൊണ്ട് ഇതിപ്പോൾ പേടിച്ച് നിൽക്കണം ഞങ്ങൾ കൂടെ. ഇത് തുണിയുടെ മേലെ കൂടെ ഒക്കെ കയറുന്നതും കൊണ്ട് അതിൻ്റെ രോമം പൊട്ടാൽ മതി, ഫുള്ള് മേലെ കൂടെ ഇതാവും. പിന്നെ ഇപ്പം എന്താ അവിടെ എല്ലാവരുടെയും സേഫ്റ്റി ആയിട്ട് ഇരിക്കുക എല്ലാവരും അല്ലേ. ഞാനിപ്പോൾ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അധികം രാത്രി ചോറൊന്നും കഴിക്കാറില്ല. സാമ്പാറും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ മിയാസിന് കുറച്ച് ദിവസം എരിയുള്ളതൊന്നും അധികം കൊടുക്കരുത് പറഞ്ഞിട്ടുണ്ട്. ഈ തൈര് ചോറ് ഇഡ്ഡലി അങ്ങനത്തെയൊക്കെ കൊടുക്കാൻ പറഞ്ഞു ഒരാഴ്ച. അതുപോലെ അവൻ പിന്നെ എങ്ങനെയാ ചോദിച്ചാൽ ഇന്നിപ്പോൾ സ്കൂളിട്ട് വന്നാൽ എനിക്ക് രാത്രി ഇതന്നെ തിന്നാമാണെന്ന് പറയും. അപ്പോൾ പിന്നെ അതന്നെ എനിക്ക് ഉണ്ടാക്കി വെക്കണം മദർസയ്ക്ക്. അതുപോലെ മദർസ വിട്ട് വന്നിട്ട് നാളെ സ്കൂളിലേക്ക് എന്താ ലഞ്ച് ചോദിക്കും. ചില കുട്ടികൾ നാളെ സ്കൂളിൽ എന്താ ഹോംവർക്ക് ഞാൻ എങ്ങനെ എഴുതുക ചോദിക്കുന്നല്ലേ. ഇപ്പം നാളെ സ്കൂളിലേക്ക് എനിക്ക് എന്താ ലഞ്ച്, രാവിലെ എങ്ങനെ എണീറ്റ് വരും. അപ്പോൾ എന്താ ചോദിക്കാന്നറിയോ, ഇന്നൊക്കെ എന്നാ മധ്യാഹ്നത്തേക്ക് ലഞ്ച് എന്നാ ചോദിക്കുക. അതെനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമാണ്. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ഒരാഴ്ചക്ക് ഇന്നലെ വയറിപ്പോഴാണ് ഒന്ന് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ തന്നെ ഇപ്പം തന്നെ നമ്മൾ എനിക്ക് പറ്റിയതൊന്നും കൊടുക്കണില്ല. പിന്നെ ഉമ്മ പിന്നെ ദിവസവും വിളിക്കുന്നുണ്ട്, ഞാനും വിളിക്കലുണ്ട്. പിന്നെ മൗലൂദിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ പറയലുണ്ട്. പിന്നെ ഉമ്മാക്ക് വയ്യാത്ത കാര്യം ഞാൻ ഇന്നലെ കൂടി വിളിച്ചപ്പോൾ അമ്മോട് പറഞ്ഞില്ല. ഞാൻ വരുമ്പോൾ തന്നെ എനിക്ക് വയ്യ, ശ്വാസം മുട്ടിയിട്ട് വയ്യ, രാത്രി ഉറങ്ങാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശ്വാസം മുട്ടി എപ്പോഴും ഉമ്മാക്ക് ഉള്ളതാണ്. ചിലപ്പോൾ ഇപ്പം ഇങ്ങനെ ഉമ്മ എങ്ങനെയാണെന്ന് അറിയോ, ഈ ഓടിച്ചാടി നടക്കുന്ന ഒരാളാണ്. ഈ ഓടിച്ചാടി നടക്കുക പറഞ്ഞാൽ വെറുതെ എവിടെ ഇരിക്കില്ല. അങ്ങനെ മിയാസ് എങ്ങനെ ചുള്ളിച്ചാടി കൊണ്ട് അതേമാതിരി ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ ഇമ്മേനെ നോക്കില്ല. അപ്പോൾ ഈ ഉമ്മ കുറച്ച് ദിവസം ഇങ്ങനെ അടങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ ആണെങ്കിൽ ഉള്ള നോയികളൊക്കെ ഒന്നും കൂടി അധികമായിരിക്കും. ഉമ്മാക്ക് ഓൾറെഡി ശ്വാസം മുട്ടലുണ്ട്, കാലുവേദന ഉണ്ട്. പിന്നെ ഇപ്പോൾ കഫക്കെട്ട് അധികമായാൽ തന്നെ ഉമ്മാക്ക് ശ്വാസം മുട്ടലാണ്. അതുമല്ല പിന്നെ കുറച്ച് ദിവസം ഉപ്പ ഉണ്ടാവുന്ന സമയത്ത് ഉപ്പാൻ്റെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ നിന്നതല്ലേ. ചിലപ്പോൾ അത് അപ്പം ആർക്കും വരില്ല.
കുറച്ച് ദിവസം ഈ രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തവരുണ്ടെങ്കിൽ പിന്നെയാണ് അത് നമുക്ക് അറിയുള്ളൂ. അത് ഉമ്മാണെങ്കിൽ മാസ്ക് ഇട്ടിട്ട് നടക്കും, എത്ര പറഞ്ഞാലും മാസ്ക് ഇട്ട് നടക്കുന്നുമില്ല. ഇപ്പം എന്താണെന്ന് പറയുക, ഇപ്പം നല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ മാസ്ക് ഇല്ലാമ ഉള്ളാറെ എത്താൻ മാട്ടാ. ഇപ്പം അത് ഇപ്പത്തെ നിപ്പ വൈറസ് കാരണം കോഴിക്കോട്ട് നിന്നാണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഫുള്ള് ഇതായിക്കണം. ഒരു 14 വയസ്സുകാരൻ നിപ്പ വൈറസ് ബാധിച്ച് മരിച്ചില്ലേ, അത് കോഴിക്കോട്ട് നിന്നാണ്. അപ്പോൾ ഇനി അവിടെ വേഗം ഇപ്പൊ ഒരു രോഗിയുടെ കൂടെ ഒരാൾ എന്നുള്ള കണ്ടീഷനൊക്കെ ഇതായിരുന്നു. നമ്മൾ തന്നെ അവിടെ അന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ മാക്സിമം മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് നടന്നിരുന്നു, കയ്യിൽ സാനിറ്റൈസറൊക്കെ ആക്കിയിട്ട് ഒരുപാട് നമ്മളും കുറച്ച് പാതുകാപ്പുണ്ട്. കാരണം നമ്മുടെ കുട്ടികളുള്ളതാണ് കുട്ടിയിൽ. അവൻ എന്തായാലും ഉമ്മാക്ക് വിളിച്ചിട്ട് ഇങ്ങനെ വിശേഷങ്ങൾ അറിയുന്നുണ്ട്. ഞങ്ങള് ഇപ്പോൾ നമുക്കിനി എന്തായാലും 40-നൊക്കെ പോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയാലോ നമ്മള് സിറ്റുവേഷൻ, മഴയായത് കൊണ്ടാണ്. പിന്നെ അവിടുത്തെ ഇനി അവിടെ ഇനിയിപ്പോൾ ക്വാറന്റൈൻ്റെ ഇടുമെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം തന്നെ മലപ്പുറം ജില്ലയിലൊക്കെ സ്കൂൾ പൂട്ടിയിരിക്കണു. ഇപ്പൊ കൊറോണ കാലത്ത് എങ്ങനെയാ ക്വാറന്റൈൻ്റെ, അതേമാതിരി എല്ലാ വർഷവും ഉണ്ട് നിപ്പ വൈറസ്. ഏതോ ഇന്തൊക്കെ സാപ്പിട്ടാണ് സമാന്ത പയ്യെ വാട്ടർ ആപ്പിളാ. നമ്മൾ അന്നൊക്കെ ഒരു നാള് ഇങ്ങൊന്നും വാങ്ങില്ല, SBI ബാങ്ക് ഈ ഇന്ത്യൻ ബാങ്ക് കിട്ടാൻ വാട്ടർ ആപ്പിൾ ചാമ്പയ്ക്കാ ചൊല്ലി റോസ് കളറിലാണ് വാങ്ങില്ല. അത് സാപ്പിട്ടിട്ടാ വന്നിച്ചമ്മ. എനിക്കറിയില്ല വവ്വാല് ഇരിക്കണ എന്തും കൊണ്ടിരിക്കുന്നത് അറിയില്ല എന്താണെന്നൊന്നും. അപ്പൊ എന്തായാലും എല്ലാവരും ചുടുവെള്ളമൊക്കെ കുടിച്ച് പഴങ്ങളൊക്കെ തിന്നാതെ സേഫ്റ്റി ആയിട്ട് ഇരിക്കുക. ഇപ്പൊ അങ്ങനെ പഴങ്ങൾ തിന്നുന്നവരാണെങ്കിൽ ചുടുവെള്ളത്തിൽ എല്ലാം കഴുകി കഴിക്കുക. എന്തെങ്കിലുമൊക്കെ വൈറസ് ഉണ്ടെങ്കിൽ അവിടെ പോയിക്കോട്ടെ. അല്ലെങ്കിൽ നാരങ്ങ കുറച്ച് ഉപ്പിട്ടിട്ട് അതിലിട്ട് കഴുകി, അല്ലെങ്കിൽ വിനാഗിരിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് നല്ല ഫ്രൂട്ട്സുകളൊക്കെ നല്ല ഇട്ട് കഴുകി കഴിക്കും. അപ്പം ഞങ്ങളും അങ്ങനെ തന്നെ നല്ല വെള്ളത്തിലിട്ടിട്ട് നല്ല വാഷ് ചെയ്തിട്ടാണ് കഴിക്കുക. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കും. അങ്ങനെ എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കുക, എല്ലാവരും ജാഗ്രതയായിട്ട് ഇരിക്കുക. ഇപ്പോൾ നല്ല മഴ സീസണാകൊണ്ട് നമുക്കിവിടെ ഇൻഷാ അല്ലാഹ് അള്ളാൻ്റെ കൊണ്ട് നമുക്കിവിടെ മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. ഇപ്പം എന്താ സംഭവിച്ചാൽ ഇത്രയും ദിവസം അവിടെ മഴക്കാലത്തായി നമ്മളവിടെ നിന്ന കാരണം കൊണ്ട് ഇവിടെ ക്ലൈമറ്റ് മാറി. ഇവിടെ ക്ലൈമറ്റ് മാറിയതും എനിക്ക് വയ്യാനാവാൻ തുടങ്ങും. അത് എപ്പോഴും ഉള്ളതാണ്. കുടിയിൽ പോകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അവിടുന്ന് റിട്ടേൺ കുറച്ച് ദിവസം ഒരു മാസമോ അല്ലെങ്കിൽ 10 ദിവസമൊക്കെ നിന്ന് റിട്ടേൺ വന്നാൽ എനിക്ക് ചിലപ്പോൾ ഈ വെള്ളം കൊണ്ട് മാറ്റമായിരിക്കാം. അപ്പോൾ അവിടുത്തെ കിണറ്റത്തെ വെള്ളമല്ലേ, മഴ പെയ്ത് പുതിയ വെള്ളമായിരുന്നു. അതുപോലെ ഇവിടെ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് ഓൾറെഡി അങ്ങനെ വരുന്ന വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളങ്ങൾ തമ്മിൽ വ്യത്യാസമായിരിക്കും. അപ്പോൾ തന്നെ വന്നാൽ എനിക്കൊരു ഒരാഴ്ചക്ക് എന്തായാലും എനിക്ക് അസുഖങ്ങളായിരിക്കും. പിന്നെ അത് അങ്ങോട്ട് സെറ്റാവും. അതുപോലെ നമുക്ക് അവിടുത്തെ ഫുഡ് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നും, എനിക്കും സെറ്റാവണില്ല, അവർക്കും സെറ്റാവണില്ല. നമ്മൾ അപ്പം ആദ്യം മുതലൊക്കെ അത് കഴിച്ചിട്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷെ ഇപ്പം നമ്മളൊരു വേറൊരു സ്ഥലത്ത് ഇതാവുമ്പോൾ അവിടുത്തെ ഫുഡിനോട് നമ്മൾ ഇണങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് അവിടുത്തെ അരിയാണ് നമ്മുടെ പ്രശ്നക്കാരൻ. എനിക്കും ശരിയായില്ല, കുട്ടികൾക്കും ശരിയായിട്ടില്ല. ചിലപ്പോൾ മിയാസിന് വേണമെങ്കിൽ അരി വേണമെങ്കിൽ മുഴുങ്ങി വിടണുണ്ടോന്നാവേ, അതവർക്ക് ജീർണം. ഇത് ഇവിടുത്തെ അരി പറഞ്ഞാൽ നമുക്കറിയില്ല, ഇവിടുത്തെ സാധാ പച്ചരിമാരിയാണ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പയിച്ചു അത്രയും സന്നമാണ്. ഇപ്പം എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഞാൻ ഇനി വരുമ്പോൾ നിങ്ങൾ എനിക്ക് കുറച്ച് പൊന്നരിയോടെ വാങ്ങിയേക്കും. എന്നിട്ട് ഉമ്മ നിജാസിന് റേഷൻ കടയത്തെ അരി പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഞങ്ങൾ പോകണവരത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഉമ്മ അഡ്ജസ്റ്റ് ചെയ്ത് വേവിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ ഇടക്ക് വേവില്ല, ഇടക്ക് വേവില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് നമ്മൾ നല്ല വെന്ത് കൊളകൊളാന്നുള്ള ചോറ് കൊടുത്ത് പഴകിയിട്ട് അവർക്ക് തിന്നുമ്പോൾ അത് കുടലിന് ശരിയാണ്. എന്തോ ഒന്നും അവർക്ക് കൊടുത്ത് പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ അലുവ നിറയെ തിന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ ഈ ബേക്കറി ഐറ്റംസിൽ അലുവ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ അധികം കൊടുക്കലില്ലല്ലോ. അലുവ ഞങ്ങൾ അധികം കൊടുക്കലുണ്ട്. നമ്മളവിടുത്തെ അലുവ കൂടെ കിട്ടാൻ ചാൻസ്. ഇവിടെ അലുവ കിട്ടും, കൊളകൊളകൊളാന്നുണ്ടാവും, നെയ്യ് പാർന്നിട്ടുള്ള അലുവ. ഇവിടുത്തെ അലുവ വേറെയാണ്. അവിടുത്തെ ചിലപ്പോ കൊടുത്ത് പഴക്കല്ലാത്തവരെ കൊണ്ട് അതിന് എന്തെങ്കിലും പറ്റിക്കുക എന്താന്നല്ല, നമുക്ക് എന്തോ ഒന്ന് അവിടുന്ന് ചിലപ്പോൾ ബേക്കറി ആയിരിക്കാം. നമ്മൾ കൊടുക്കാത്ത സാധനം കൊടുക്കുമ്പോൾ ക്രിമിയുടെ അളകിക്കായിരിക്കും. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും മിയാസിന്റെ മാറിയെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിയാസിന്റെ മാറി എന്നാലും നമ്മൾ കുറച്ച് ദിവസം ഒരാഴ്ചക്ക് ജാഗ്രതയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്ക് എന്തായാലും ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ വിശേഷങ്ങൾ അറിയാം. എനിക്ക് എന്തായാലും അവിടെ പോയി നിൽക്കാൻ പറ്റില്ല, നമ്മൾ എല്ലാവർക്കും അറിയാലോ സ്കൂളിലെ കാര്യം കൊണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ, ഇപ്പം എന്നും നമുക്ക് സ്ഥിരം കേൾക്കുന്നതാണ്, ഉപ്പ മരിച്ചിട്ട് അവർ അങ്ങനെ ചെയ്യണു, അവരിങ്ങനെ ചെയ്യണു. നമുക്ക് എന്നും ഇപ്പോൾ ഒരു ഖുർആൻ കൈ പിടിച്ചിട്ട് നിൽക്കും. അപ്പം ഞാൻ അവിടെ ഒറ്റക്കാണ്, എനിക്ക് ഓതും വേണം, ഇവിടുത്തെ പണിയെടുക്കും വേണം, കുട്ടികളെ നോക്കും വേണം. അപ്പം നമ്മൾ ഒറ്റക്കായിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഈ പറയുന്നവരെന്നും പറഞ്ഞിട്ടേ ഇരിക്കുള്ളൂ. ഇതെൻ്റെ ഒരു ജോലിയാണ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു മരിച്ചിട്ട് ഇപ്പോൾ ഒരു 40 വരെയൊക്കെ ഇരിക്കുമ്പോൾ ആ കുടിയിൽ ഇപ്പോൾ ഒരാളേ ഉള്ളൂ, അതിൻ്റെ കൂടെ ഉള്ളവർ പോയി. അപ്പോൾ ആ കുടിയിൽ വേറെ കുട്ടികളുണ്ട്. ഈ 40 ദിവസം ഇരുന്നാൽ നടക്കില്ല. കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഒരാൾ പണിക്ക് പോയാലൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ.
ഇന്നലെ വന്ന് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രിഡ്ജൊക്കെ കാലിയായി കിടക്കണം. ഫ്രിഡ്ജിൽ ആദ്യം സാധനങ്ങൾ വാങ്ങിയാലേ വെച്ചുണ്ടാക്കി തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങി ഫ്രിഡ്ജൊക്കെ ശരിയാക്കി കുട്ടികളുടെ കുറച്ച് തുണികളുണ്ടായിരുന്നു അതൊക്കെ തിരുമ്പി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കമ്പിളിപ്പുഴുവിൻ്റെ സമ്മേളനം. ഇഷ്ടക്കണക്കിനുണ്ട്. നമ്മൾ ബാക്ക് സൈഡിൽ ഫുള്ള് ഇതുള്ള കാര്യം കൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് അവിടെ തുണികളൊക്കെ പേടിയാവാണ് ഇടാറ്. ഇപ്പം ഞാൻ തിരുമ്പിയിട്ട് തുണി ഇങ്ങനെ തിരുമ്പിയിട്ട് തുണി അവിടെ ഇടുക എന്നല്ല. കാരണം 2 അയലേ ഉള്ളൂ. 2 അയലിനെക്കാട്ടിലും അധികം തുണികളൊക്കെ ഉണ്ട്, ബെഡ്ഷീറ്റുകളൊക്കെ. പിന്നെ നമ്മൾ ഓടിൻ്റെ മേലെ വിരിച്ചിട്ടാൽ ചിലപ്പോൾ ആ ഓടിൻ്റെ മേലെ നിന്നൊക്കെ കമ്പിളിപ്പുഴു കൂടും, ബെഡ്ഷീറ്റുകൾ കൂടെ. അപ്പം എന്താ ചെയ്യാന്ന് അറിയാണ്ട് തിരുമ്പാതെ വാഷിംഗ് മെഷീൻ ഫുള്ള് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നിയാസിൻ്റെയും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങളിവിടെ സേഫ്റ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ സേഫ്റ്റി ആയിട്ടിരിക്കുക, ജാഗ്രതയായിട്ടിരിക്കുക. പനി ഉണ്ടെങ്കിൽ വേഗം ഹോസ്പിറ്റൽ പോവുക. വീട്ടിലുള്ള മെഡിസിനൊന്നും ആരും കഴിക്കാതിരിക്കുക. കൈവൈദ്യം പറഞ്ഞിട്ട് കുറേ പേര് ചെയ്യുക. ആ ഒരു പണി എന്തായാലും ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരുപാട് പനിയുള്ള സീസണാണ്. അപ്പോൾ ഞങ്ങളിവിടെ കുഴപ്പമൊന്നുമില്ല, ഇൻഷാ അല്ലാഹ്. നിങ്ങളും അവിടെ നല്ലതിലിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.